ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇത് വീട്ടിലുണ്ടായി ഇത്തിരി പൂക്കളിട്ടാ. ഇത് ഓർക്കിഡാണ്. പിന്നെ ഇത് കാനാലിലി. പക്ഷെ അത് മഴ കൊണ്ടിട്ട് ചീത്തയായി നിൽക്കുക കേട്ടോ. ഞാൻ കണ്ടപ്പോഴേക്കും അത് കേടായി ഉണ്ടായിരുന്നു. കാനാലിലി യെല്ലോ. പിന്നെ ഇതറിയാലോ എല്ലാവർക്കും, ലൻഡാന. ഇത് മജന്ത കളർ ലൻഡാനയാണ്. ഫ്ലവർ വിരിയുന്നേ ഉള്ളൂ, അതിങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കണ്ടപ്പോൾ എടുത്താണ്. പിന്നെ ഇത് ബാമ്പു ഓർക്കിഡ് പലരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതും ഫ്ലവറായി നിൽക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞു പൂന്തോട്ടാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് പനാമ റോസിൻ്റെ പൂക്കളും പിന്നെ ചെമ്പരത്തി പൂവാണ്. റെഡ് കളർ വെൽവെറ്റ് ചെമ്പരത്തി. പിന്നെ ഇയാളെ അറിയാലോ, ബട്ടർഫ്ലൈ പ്ലാന്റ് ആണത്. നിറച്ച് ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നുണ്ട്, മുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു വയലറ്റ് കളർ പൂണ്. അതിന് പേരെനിക്കറിയില്ല കേട്ടോ. വലിയ ഇലയൊക്കെയാണ് അതിൻ്റെ, വലിയ വട്ടം വെച്ച ഇല വരും. ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. നിറച്ച് ബട്ടർഫ്ലൈസാണ് അതിമ നിറച്ച് വരുന്നുണ്ട്. എന്തോരാന്നറിയോ, കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസം. അതാ വന്നിട്ടുണ്ട്. എൻ്റെ പരിസരത്തൊക്കെ നിറച്ച് പറന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പറന്ന് കളിക്കണ കാണുന്നുണ്ട് ഞാൻ. എനിക്കത് അവരെ ഫോളോ ചെയ്യാൻ പറ്റണില്ല. കണ്ട, അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ പറന്ന് നടക്കുന്നുണ്ട് അവർ. എന്തോരാ നോക്കിയേ. അവിടെ ഇവിടെയൊക്കെ ഇലയിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ ഇലയുടെ ഇടയിലൊക്കെ കാണാം ഇങ്ങനെ ഇരിക്കുന്നത്. അവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. കണ്ടോ എത്ര എണ്ണം, 2-3 ഉണ്ട് അവിടെ. പിന്നെ ഇത് നേരത്തെ ഞാൻ കാണിച്ച ഓർക്കിഡ് തന്നെയാണ്. ഇവിടെ കുറേ ഓർക്കിഡ്സ് ഉണ്ട് കേട്ടോ, പല കളറുണ്ട്. ഇപ്പം ഇത് മാത്രമേ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുള്ളൂ. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള വേറൊരു ചെമ്പരത്തിയാണ്. വലിയ പൂക്കൾ കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി കണ്ടിട്ട് ഞാനിങ്ങനെ അവരുടെ വീഡിയോസ് എടുത്തതാട്ടാ. ചാഞ്ഞ് നിൽക്കണ കൊമ്പായിരുന്നു, അതിനെ കയറ്റി വെച്ചതിനാണ് ആ പൂവ് കിടന്ന് ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ ഞാൻ കയറ്റി വെച്ച അങ്ങോട്ട് മേലോട്ട് വഴിയിലേക്ക് ചാഞ്ഞ് നിൽക്കണ കണ്ടപ്പോൾ. പിന്നെ ഈ നിൽക്കുന്നത് എൻ്റെ പനാമ റോസാണ്. പനാമ റോസ് റെഡ് ഓറഞ്ച് പറയാം, അതാണ്. ഉണ്ട് പനാമ റോസ് റെഡാന്ന് പറയാമല്ലേ. എൻ്റെ റോസാക്കുഞ്ഞ്, ചെറിയ റോസാക്കുഞ്ഞാണ്. വലുതായിട്ട് പൂ വിരിഞ്ഞില്ല, ഇപ്പോൾ ചെറുതാണ്. ഇവരെയൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് വിരിയണേന്ന്. എല്ലാം ഉണ്ട്. ജസ്റ്റീഷ്യ നിറച്ച് മൊട്ടിട്ട് നിൽക്കുന്നുണ്ട്, ഫ്ലവറായിട്ടില്ല. ഓരോ വേപ്പിലും കുരുകുരുന്നിനെ നിറച്ച് മൊട്ടുണ്ട്, നോക്കിയാൽ അറിയാൻ പറ്റും. റോസ് കളറിൽ കുരുകുരുന്നിനെ മൊട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാവർക്കും അറിയാലോ, നമ്മളുടെ 10 മണി, അത് നിറച്ച് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ യെല്ലോ കളറിൽ പുല്ല് പിടിച്ചിട്ടുണ്ട്. അപ്പം അത് കാരണം പുല്ലിൻ്റെ ഇടയിൽ പുല്ലും ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിറച്ച് ഫ്ലവറും ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ഇതെൻ്റെ വീട്ടിൽ വിരിഞ്ഞ ലില്ലിയാണ് കേട്ടോ. ലില്ലിയും പിന്നെ അക്യുമിനസും രണ്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.